وسيرة خير الأنام لنا كغيث هما للدنا والسقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا وحبيبنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والكرم والوفاء. أما بعد. അബുദാബി സുന്നി സെൻ്ററും അബുദാബി SKSSF സംയുക്തമായി സംഘടിപ്പിക്കുന്ന അല്ലാമ ഖാദി അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫ ബി തഅരീഫി ഹുഖൂഖി സയ്യിദുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയുടെ 14ാമത്തെ മജ്‌ലിസിലേക്ക് 14ാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ എപ്പിസോഡിൽ മഹാനായ ഖാദി അയ്യാൽ തങ്ങൾ ചർച്ച ചെയ്യുന്നത് അമ്മാ റുയതുഹു ലിറബ്ബിഹി അസ്സ വജല്ല ഫഖ്തറഫ ഫീഹാ ഫഅൻകറതുഹു ആയിഷ റളിയല്ലാഹു അൻഹാ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച തുടങ്ങുകയാണ്. അതായത് കഴിഞ്ഞ 12-13 എപ്പിസോഡുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 13ാമത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ യാത്ര അത് റൂഹ് കൊണ്ടായിരുന്നോ അല്ല ജസദ് കൊണ്ട് തന്നെയായിരുന്നോ എന്നത്. റൂഹ് കൊണ്ട് തന്നെയായിരുന്നു എന്നവർ ഉന്നയിച്ച തെളിവുകൾ, അതുപോലെ അല്ല ജസദ് കൊണ്ട് തന്നെയാണ് എന്നതിന് അല്ലാമ ഖാദി അയ്യാൽ തങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവുകളൊക്കെ നമ്മൾ കണ്ടു. റൂഹ് കൊണ്ടായിരുന്നു എന്നതിന് പറഞ്ഞ തെളിവുകളെയൊക്കെ അദ്ദേഹം എല്ലാം ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ ആ തെളിവുകളൊക്കെ അദ്ദേഹം വ്യക്തമായി പരിശോധിച്ചു, എക്സാമിൻ ചെയ്തു, അതിൻ്റെ മറുപടികൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വൽ ഹഖു വസ്സഹീഹു ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ, അവിടുത്തെ മിഅ്റാജ്, അവിടുത്തെ ആ യാത്ര അത് അവിടുത്തെ ജസദ് കൊണ്ട് തന്നെ യഖ്ദത്തിൽ തന്നെയാണ് എന്നതിന് അദ്ദേഹം തെളിവുകളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ പുതിയ ഫസ്ലിൽ ബഹുമാനപ്പെട്ടവർ ചർച്ച ചെയ്യുന്നതാണ് വേറൊരു കാര്യമാണ് 14ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നത്. അത് ഈ യാത്രയിൽ ഇസ്രാ മിഅ്റാജിൻ്റെ യാത്രയിൽ നബിതങ്ങൾ അള്ളാഹുവെ കണ്ടോ എന്ന വിഷയം. ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ അഭിപ്രായമുള്ളത് ഇല്ല, അള്ളാഹുവിനെ നബിതങ്ങൾ അന്ന് കാണുക എന്നതുണ്ടായിട്ടില്ല. അപ്പോൾ ആയിഷ ബീവിയുടെയും പക്ഷം നബിതങ്ങളുടെ യാത്ര ജസദ് കൊണ്ട് തന്നെയാണ്, ഉണർവിൽ തന്നെയാണ് യാത്ര എന്ന അഭിപ്രായം തന്നെയാണ് ആയിഷ ബീവിയുടെയും പക്ഷം. പക്ഷേ റബ്ബിനെ കണ്ടോ അള്ളാഹുവെ കണ്ടോ എന്ന വിഷയത്തിൽ മാത്രമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്നത്. ഈ ചർച്ചകളൊക്കെ വളരെ വിശദമാണ്. ഖാദി അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫായിൽ നേരത്തെ പറഞ്ഞ ചർച്ചയ്ക്ക് തന്നെ വിശദമായ ഒരുപാട് സമഗ്രതയുണ്ട്, ഒരുപാട് തെളിവുകളും ആ തെളിവുകൾ ഓരോന്നും ക്രോസ് ചെയ്യുന്നതും അതിനൊക്കെ വ്യക്തമായി മുഖ്നിയായ ജവാബ് പറയുന്നതും ഒക്കെ കിതാബ് ഷിഫായിലുണ്ട്. അതിൻ്റെ മുഴുവനും അത് അർഹിക്കുന്ന അതേ സമഗ്രതയിൽ നമ്മൾ സമീപിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് എപ്പിസോഡുകൾ ആ വിഷയത്തിൽ മാത്രം നമുക്ക് പറയാനുണ്ടാകും. എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ രത്നസംഗ്രഹമായിട്ട് മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്, നമ്മളിവിടെ ചർച്ച ചെയ്തത് എന്നർത്ഥം. മഹാനവറുകൾ പറയാം പുതിയ ഫസ്ലിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ എങ്ങനെ ഒരു അഭിപ്രായം, എന്നിട്ട് അവർ അതിനെ തെളിവ് ലാ തുദ്രിക്കുൽ അബ്സാർ. ആയിഷ ബീവിയുടെ വാക്കുകൾക്ക് ചുവട് പിടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അയിമ്മത്ത് ഉലമാ പറയുന്ന തെളിവെന്താ? ലാ തുദ്രിക്കുൽ അബ്സാർ എന്ന ഖുർആൻ ആയത്താണ്. സൂറത്തുൽ അൻആമിലെ 103ാമത്തെ ആയത്ത്. ലാ തുദ്രിക്കുൽ അബ്സാർ, അള്ളാഹുവെ പ്രാപിക്കില്ല, അൽ അബ്സാറു ദൃഷ്ടികൾ റബ്ബിനെ പ്രാപിക്കില്ല, റബ്ബിനെ എത്തിക്കൂല. അദ്റക എന്ന് പറഞ്ഞാൽ എത്തിക്കുക, പ്രാപിക്കുക. അൽ അബ്സാർ ദൃഷ്ടികൾ എന്നതിൽ നിന്ന് തെളിവാണ് ആ അബ്സാർ എന്ന് പറഞ്ഞതിൽ നബിതങ്ങളുടെ ബസറും പെട്ടല്ലോ എന്ന അവരുടെ പക്ഷം. അപ്പോൾ ലാ തുദ്രിക്കു അത് പ്രാപിക്കൂല, എത്തിപ്പിടിക്കൂല, എത്തിക്കൂല എന്ന് പറഞ്ഞാൽ കാണൂല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നബിതങ്ങൾ അള്ളാഹനെ കണ്ടിട്ടില്ല ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രി എന്നാണ് അവർ പറയുന്നത്. ഇത് ഈ അഭിപ്രായം പറഞ്ഞ പലരും ഉണ്ട്. എന്നാൽ മഹാനായ ഖാദി അയ്യാൽ തങ്ങൾ അതിനെയൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖാദി അയ്യാൽ തങ്ങൾ പറയാം, അല്ല, അള്ളാഹു തആല അവൻ്റെ ഹബീബിന് കൊടുത്ത ഒരു സ്ഥാനം തന്നെയാണത്. കണ്ടിട്ടുണ്ട്, റുയത്ത് നടന്നിട്ടുണ്ട്, ബിൽ ഐൻ കണ്ണുകൊണ്ട് തന്നെ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വഖാല ബിൻകാരി ഹാദാ മുംതനായ റുയതി ഫി ദുനിയ ജമാഅത്തു മിനൽ മുഹദ്ദിസീൻ വൽ ഫുഖഹാ വൽ മുതകല്ലിമീൻ. ഇങ്ങനെ കുറേ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിൽ വെച്ച് അള്ളാഹു തആലാനെ കണ്ടുകൊട്ടുക, അള്ളാഹനെ കാണുക എന്നുള്ളത് മനുഷ്യ സാധ്യമല്ല. അത് ഈ ദുനിയാവിൽ വെച്ച് മനുഷ്യന്മാർക്ക് നടക്കൂല, അത് ആഖിറത്തിലേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ മുഹദ്ദിസീങ്ങളും ഫുഖഹാവും മുതകല്ലിമീങ്ങളും ഒക്കെ. എന്നാൽ മഹാനവർകൾ പറയാം, ഖാദി അയ്യാൽ തങ്ങൾ പറയാം കിതാബ് ഷിഫായുടെ ഈ ഭാഗത്ത് പറയാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് റിവായത്തായിട്ട് അന്നഹു റആഹു ബിഐനിഹി, അന്നഹു റആഹു നബി തങ്ങൾ അല്ലാഹുവെ കണ്ടിട്ടുണ്ട്, ബിഐനിഹി അവിടുത്തെ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്, സ്വപ്നത്തിലല്ല, കണ്ണുകൊണ്ട് തന്നെ കാണുക തന്നെ ചെയ്തിട്ടുണ്ട്.
വറവ അതാഉൻ അൻഹു അന്നഹു റാഹു ബിഖൽബിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കൽബ് കൊണ്ട് കണ്ടു എന്നൊരു അഭിപ്രായമാണ് അതാ റളിയല്ലാഹു അൻഹു പറയുന്നത്. പക്ഷേ കണ്ണുകൊണ്ട് തന്നെ കണ്ടു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രബലമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അഭിപ്രായം. വഅന ബില്ലാലി അൻഹു അന്നഹു റാഹു ബിഫുആദിഹി മറത്തൈനി വദക്കറ ഇബ്നു ഇസ്ഹാഖ് അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അർസല ഇലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അപ്പോൾ ഇവർ പറയാണ്, ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ ഉദ്ധരിച്ച ഒരു സംഭവം, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ആളെ വിട്ടു, അല്ലെങ്കിൽ ഒരു അന്വേഷണം ചോദ്യം വിട്ടു. യസ്അലുഹു ഹൽ റആ മുഹമ്മദുർ റബ്ബഹു, മുഹമ്മദ് നബി അള്ളാഹുവെ കണ്ടിട്ടുണ്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവെ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ആ ചോദ്യം ഉന്നയിക്കുകയാണ്. ഫഖാല, അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി നഅം, അതേ കണ്ടിട്ടുണ്ട്. വൽ അഷ്ഹറു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തന്നെ പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ അഭിപ്രായം അതാണ് എന്ന് പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖാദി അയ്യാൽ തങ്ങൾ പറയാം വൽ അഷ്ഹറു അൻഹു, ഈ വിഷയകമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ അഭിപ്രായം അന്നഹു റആ റബ്ബഹു ബിഐനിഹി, ഖൽബ് കൊണ്ടെന്നോ ഫുആദ് കൊണ്ടെന്നോ ഹൃദയം കൊണ്ടെന്നോ എന്നൊന്നുമല്ല. നബിതങ്ങളെ അള്ളാഹുവിനെ നബിതങ്ങൾ കണ്ടത് അന്നഹു റആ റബ്ബഹു, നബിതങ്ങൾ റബ്ബിനെ കണ്ടു ബിഐനിഹി, അവിടുത്തെ കണ്ണുകൊണ്ട് തന്നെ. റുവിയദാലിക അൻഹു മിൻ തുറുഖിൻ, പല വഴികളിലൂടെ പല തരീഖുകളിലൂടെയും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ എന്ന പക്ഷം. വഖാല ഇന്നല്ലാഹ തആല, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായം പ്രബല പക്ഷം അത് തന്നെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേറെ അഭിപ്രായം ഉണ്ട് എന്ന് പലരും പറഞ്ഞെങ്കിലും ആ അഭിപ്രായങ്ങൾക്കൊന്നും പ്രാബല്യമല്ല. വഖാല, അവിടുത്തെ വാക്ക് ഇന്നല്ലാഹ തആല ഇഖ്തസ്സ മൂസാ ബിൽ കലാം, അല്ലാഹു തആല മൂസാ നബിക്ക് ഖുസൂസി എടുത്തു കൊടുത്തു കലാമിൻ്റെ, സംസാരത്തിൻ്റെ. വകല്ലമ അല്ലാഹു മൂസാ തക്ലീമാ എന്ന് പറഞ്ഞല്ലോ. വ ഇബ്രാഹീമ ബിൽ ഖുല്ല, ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അല്ലാഹു തആല ഇബ്രാഹിം നബിയെ ഖലീലാക്കി. ഇത് ഇബ്രാഹിം നബി കൊടുത്ത ഖുസൂസിയത്ത, ഖുല്ലത്ത്, ഖലീലാക്കുക എന്നുള്ളത്. മൂസാ നബിക്ക് കൊടുത്ത പ്രത്യേകതയാണ് കലീമാക്കുക എന്നുള്ളത്. എന്നാൽ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിർറുഇയ, മുഹമ്മദ് നബിക്ക് അല്ലാഹു തആല കൊടുത്ത ഖുസൂസിയത്ത് റുഇയത്താണ്, കാണുക എന്നുള്ളതാണ്. ഏറ്റവും വലിയതാണ്. സംസാരിക്കുക എന്നുള്ളതോ ഖലീലാവുക എന്നുള്ളതോ ഒക്കെ വലിയ ശ്രേഷ്ഠതകളാണെങ്കിലും അതിനെയൊക്കെ മേലെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഖുസൂസിയത്ത്. ബുസ്രി ഇമാം ബുർദയിൽ പറഞ്ഞതുപോലെ, പിന്നെ ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി, എല്ലാ വിഷയത്തിലും, ഇൽമിലും കറമിലും, എല്ലാ വിഷയത്തിലും എല്ലാ നബിമാരെയും മേലെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഖുസൂസിയത്തുകൾക്ക് ഒക്കെ മുകളിലുള്ള ഖുസൂസിയത്തായ റുയത്ത് പുണ്യ നബിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വഹുജ്ജതുഹു ഖൗലുഹു തആല, അതിൻ്റെ തെളിവുമാക്കദ ബൽ ഫുആദു മാ റആ അവതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഹു നസലതൻ ഉഖ്റാ. സൂറത്തുൻ നജ്മിലെ 11, 12, 13 ആയത്തുകൾ. ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല ഖുർആനിൽ തന്നെ വ്യക്തമായി പറയുന്നത് നബിതങ്ങൾ കണ്ടു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നത് എന്നാണ് അല്ലാമ ഖാദി അയ്യാൽ തങ്ങൾ കിതാബ് ഷിഫ നമ്മുടെ മുമ്പിലുള്ള ഈ ഗ്രന്ഥത്തിലെ ഈ പതിപ്പിലെ 126-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ നിങ്ങളെ ചൊല്ലിക്കേൾപ്പിക്കുന്നത്. മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഹു നസലതൻ ഉഖ്റാ. ഖാലൽ മാവർദി ഇമാം പറയാണ്, ഖീല ഇന്നല്ലാഹ തആല ഖസമ കലാമഹു വറുയതഹു ബൈന മൂസാ വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറആഹു മുഹമ്മദു മറത്തൈൻ വകല്ലമഹു മൂസാ മറത്തൈൻ. ഇമാം മാവർദി തങ്ങൾ പറയാം, അല്ലാഹു തആല അള്ളാഹിൻ്റെ കലാമും റുയത്തും മൂസാ നബിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇടയിൽ വീതം വെച്ചു എന്ന് പറഞ്ഞാൽ, മൂസാ നബിക്ക് അല്ലാഹു തആല കലാമ് കൊടുത്തു, 2 വട്ടം അവസരം കൊടുത്തു, കല്ലമ അല്ലാഹു മൂസാ തക്ലീമ. അതുപോലെ പുണ്യ നബിക്ക് അല്ലാഹു തആല 2 വട്ടം കാണാനുള്ള അവസരം കൊടുത്തു. വകല്ലമഹു റആ മുഹമ്മദു മറത്തൈൻ, 2 വട്ടം നാം ആവർത്തി ഇമാം പറയും, 1 വട്ടമല്ല 2 വട്ടം. അബുൽ ഫത്ഹുർ റാസി, അബുൽ ലൈസ് സമർഖന്ദി അവരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. വറവാ അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് ഖാല ജിതമഅ ഇബ്നു അബ്ബാസ് വ കഅബുൻ, ഇബ്നു അബ്ബാസ് തങ്ങളും കഅബ് റളിയല്ലാഹു അൻഹു തങ്ങളും ഒരുമിച്ച് ചേർന്നു. ഫഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു, അമ്മാ നഹനു, ഞങ്ങൾ ബനു ഹാഷിമിലെ സയ്യിദന്മാർ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശമാണല്ലോ ബനു ഹാഷിം, ഖുറൈശ് കുടുംബത്തിലെ ബനു ഹാഷിം വംശപരമ്പരയിലെ ഞങ്ങൾ. ഫനഖൂലു ഇന്ന മുഹമ്മദൻ ഖദ് റആ റബ്ബഹു, ബനു ഹാഷിമിലെ ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ പക്ഷം ഇന്ന മുഹമ്മദൻ ഖദ് റആ റബ്ബഹു മറത്തൈൻ, 2 വട്ടം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവെ കണ്ടിട്ട് തന്നെയുണ്ട് എന്നാണ് ബനു ഹാഷിമായ ഞങ്ങളുടെ അഭിപ്രായം. അത് കേട്ടപ്പോൾ കബ്ബറ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ എന്ന് അതിനെ ശരിവെച്ചുകൊണ്ട് അത്ഭുതപൂർവ്വം തക്ബീർ പറഞ്ഞു. ഹത്താ ജാവബത്തുൽ ജിബാൽ, ആ തക്ബീറിന് പർവ്വതങ്ങൾ എക്കോ കൊടുത്തു. ജാവബത്ത് പറഞ്ഞ പർവ്വതങ്ങൾ അതിന് മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തക്ബീറിന് പ്രതിധ്വനികൾ ഉണ്ടായിരുന്നു, അത്രയും വലിയ തക്ബീർ മുഴക്കി അദ്ദേഹം. വഖാല ഇന്നല്ലാഹ, എന്നവർ പറഞ്ഞു, ഇന്നല്ലാഹ ഖസമ റുയതഹു വ കലാമഹു ബൈന മുഹമ്മദിൻ വ മൂസ,
ഫകല്ലമഹു മൂസ വറആഹു മുഹമ്മദുൻ ബിഖൽബിഹി വറവാ ശരീഖുൻ അബ്നി അബീ ദർ റളിയല്ലാഹു അൻഹു ഫി തഫ്സീരിൽ ആയത്ത് ഖാല അന്നബിയു റബ്ബഹു കണ്ടിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഇമാമിങ്ങൾ ബിഖൽബിഹി എന്നൊരു വിശദീകരണം ഉണ്ട്, ബിഫുആദിഹി എന്നൊരു വിശദീകരണം ഉണ്ട്. പക്ഷേ ഖാദി അയ്യാൽ തങ്ങൾ പറയാം അങ്ങനെയല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന പ്രബലപക്ഷം അന്നഹു റആഹു ബിഐനിഹി കണ്ണുകൊണ്ട് തന്നെ കണ്ടു എന്നുള്ളതാണ്. വല്ലാഹു അലം. وحكى السمرقندي عن محمد بن كعب القرظي مع ربيعة بن أنس النبي صلى الله عليه وسلم سئل هل رأيت ربك قال رأيته بفؤادي فلم أره بعيني എന്നൊരു റിവായത്താണ്. എന്നാൽ ആ റിവായത്തുകളൊക്കെ ഉള്ളതിനെയൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടാണ് സഹീഹായ അഭിപ്രായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കണ്ടിട്ട് തന്നെയുണ്ട്, അവിടുത്തെ കണ്ണുകൊണ്ട് തന്നെ എന്ന്. അബ്ദുർ റസാഖ് എന്നവർ ഹികായത്ത് ചെയ്യുന്നു അന്നൽ ഹസനഖാന യഹ്ലിഫു ബില്ലാ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയുമായിരുന്നു ലഖദ് റഅ മുഹമ്മദുർ റബ്ബഹു മുഹമ്മദ് നബി അള്ളാഹിനെ കണ്ടിട്ടുണ്ട് എന്ന് അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയുമായിരുന്നു. വഹകാഹു അബൂ ഉമർ الطلمنكي عن كريمة وحكى بعض المتكلمين هذا المذهب بن مسعود وحكى ابن مساق أن مروان سأل أبو هريرة هل رأى محمد ربه فقال نعم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മർവാൻ എന്നവർ ചോദിച്ചു നബി തങ്ങൾ അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അതിന് കൊടുത്ത മറുപടി ഫഖാല നഅം, അതേ കണ്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ള ചർച്ച. അതുപോലെ ഇമാം നഖാഷ് അൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്നഹു ഖാല അന അഖൂലു ബി ഹദീസ് ഇബ്നു അബ്ബാസ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് നഖാഷ് തങ്ങൾ പറയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണല്ലോ അഭിപ്രായം. ഇബ്നു അബ്ബാസ് തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസ് അതാണ് എൻ്റെ അഭിപ്രായം. അതെന്താ ബി ഐനിഹി റആഹു ആവർത്തിച്ച് പറയാം. റആഹു എന്ന് പറഞ്ഞ് അദ്ദേഹം മത്തൻഖതാ നഫസു ശ്വാസം നിലക്കുന്നത് വരെ അദ്ദേഹം റആഹു എന്ന് ആവർത്തിച്ച് പറഞ്ഞു. കണ്ടിട്ടുണ്ട് എന്ന് ശ്വാസം നിലക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അങ്ങനെയും അത്രയും ആവർത്തിച്ച് പറഞ്ഞു. യാനി നഫസ് അഹ്മദ് വഖാല അബൂ ഉമർ റളിയല്ലാഹു അൻഹു ഖാല അഹ്മദ് ബിൻ ഹംബൽ റആഹു ബിഖൽബിഹി വജബ്നാ അൽ ഖൗൽ. അങ്ങനെ പല അഭിപ്രായങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾ അയാൾ തങ്ങൾ പറയുന്നുണ്ട്, ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ. പക്ഷേ അദ്ദേഹം അത് ഖണ്ഡിതമായി കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗം കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഖാല പറയുന്നു ശറഹ സദ്റഹു ലിറുഇയ, അതായത് ഹക്ക അബ്ദുല്ലാഹി ഇബ്നു ഹംബൽ അൻ നബിഹി അന്നഹു ഖാല റആഹു അൻ ഇബ്നു അത്താഇൻ ഫി ഖൗലിഹി തആല അലം നശ്റഹ ലക സദ്റക്. സൂറത്തു ഷറഹിലുണ്ടല്ലോ അലം നശ്റഹ ലക സദ്റക്, അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു അത്താ തങ്ങളിൽ എന്ന അഭിപ്രായം ഖാല ശറഹ സദ്റഹു ലിറുഇയ, കാണാൻ വേണ്ടി റെഡിയാക്കി. വശറഹ സദ്റ മൂസ ലിൽ കലാം. വഖാല അബുൽ ഹസൻ അലി ഇബ്നു ഇസ്മായിൽ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം അബുൽ ഹസൻ അലി ഇബ്നു ഇസ്മായിൽ അൽ അശ്അരി, അബുൽ ഹസൻ അൽ അശ്അരി തങ്ങൾ, അശ്അരി മാതുരീദി അശ്അരിയത്തിൻ്റെ നേതാവായ അബുൽ ഹസൻ അൽ അശ്അരി തങ്ങൾ പറയാണ് വജമാഅത്തു മിൻ അസ്ഹാബി, അദ്ദേഹത്തിൻ്റെ അസ്ഹാബിമാരിൽ ഒരു സംഘവും പറഞ്ഞു അന്നഹു റഅല്ലാഹു തആല ബിബസരിഹി വഐനൈ റഅസിഹി. സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിട്ട് നമ്മൾ പറയാറുണ്ട്. സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രപരമായി നാലാറ് മദ്ഹബ്, ഷാഫിഈ മദ്ഹബോ മാലിക്കി മദ്ഹബോ ഹംബലി മദ്ഹബോ ഹനഫി മദ്ഹബോ നാലാറ് മദ്ഹബ്, അഖീദപരമായി വിശ്വാസപരമായി അശ്അരി മാതുരീദി രണ്ടാറ് മദ്ഹബ്, ഇത് സ്വീകരിക്കുന്നവർ ആ സുന്നത്തി ജമാഅത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അശ്അരിയത്താണ് പ്രബലമായ ഒരു അല്ലെങ്കിൽ വിശ്വാസ ശാസ്ത്രം, അത് അശ്അരിയത്ത്. ഈ അശ്അരിയത്തിൻ്റെ നേതാവ് അബുൽ ഹസൻ അലി ഇബ്നു ഇസ്മായിൽ അൽ അശ്അരി തങ്ങൾ പറയാണ് വജമാഅത്തു മിൻ അസ്ഹാബി, അതുപോലെ അവരുടെ അസ്ഹാബിമാരിൽപ്പെട്ട ഒരു വിഭാഗവും എന്താ പറയുന്നത് അന്നഹു റഅല്ലാഹു തആല ബിബസരിഹി, നബി തങ്ങൾ അല്ലാഹുവെ കണ്ടത് അവിടുത്തെ ബസർ കൊണ്ടാണ്, അവിടുത്തെ കണ്ണുകൊണ്ടാണ്. ഇപ്പോൾ കൽബുകൊണ്ട് കണ്ടുവെന്നോ ഫുആദ് കൊണ്ട് കണ്ടുവെന്നോ പരിമിതപ്പെടുത്തേണ്ട, ബസർ കൊണ്ട് തന്നെ കണ്ടു, കണ്ണുകൊണ്ട് തന്നെ കാഴ്ച കൊണ്ട് തന്നെ കണ്ടു. എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ബിബസരിഹി എന്ന് പറഞ്ഞിട്ട് ഇനി സംശയം വല്ലതും ഉണ്ടെങ്കിൽ ആ സംശയത്തെയും നിരാകരിച്ചു കൊണ്ട് പറയാം ഐനൈ റഅസിഹി, തൻ്റെ തലയിലെ രണ്ട് കണ്ണുകൾ കൊണ്ട്, തലയിൽ മുളച്ച കണ്ണുകൾ കൊണ്ട് കണ്ടു. ആർക്കും അഭിപ്രായം നിസ്സംശയം പറയണല്ലോ. തലയിലെ കണ്ണുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് കണ്ടുവെന്നോ കൽബുകൊണ്ട് കണ്ടുവെന്നോ ഉൾക്കാഴ്ച കണ്ടു ഇൻസൈറ്റ് കൊണ്ട് കണ്ടൊന്നുമല്ല. ഐനൈ റഅസിഹി, തലയിൽ മുളച്ച രണ്ട് കണ്ണുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ സംശയം അവിടെ അല്ല. ഇതാണ് അബൂ അലി അൽ അശ്അരി തങ്ങളുടെ ആ വിഷയത്തിലുള്ള സമീപനം. വഖാല കുല്ലു ആയത്തിൻ ഊതിയഹാ നബിയ്യുൻ മിനൽ അംബിയാഇ അലൈഹിസ്സലാം ഫഖദ് ഊതിയ മിസ്ലഹാ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ മറ്റമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കൊടുത്തു, അതൊക്കെ നബി തങ്ങൾക്കും കൊടുത്തു. ഇപ്പം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് ദൃഷ്ടാന്തം കൊടുത്തു, ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഒരുപാട് മൗജിസാത്ത് കൊടുത്തു, മരിച്ചുപോയവരെ ജീവിപ്പിക്കലടക്കം അതൊക്കെ അതുപോലുള്ളതൊക്കെ നബി തങ്ങൾക്കും ഉണ്ടായി. എന്നാൽ മറ്റമ്പിയാക്കന്മാർക്കൊന്നും ഇല്ലാതെ നബി തങ്ങൾക്ക് മാത്രം ഖുസൂസിയത്തായിട്ട് അള്ളാഹു കൊടുത്തത് വഹുസ്സ മിൻ ബൈനിഹിം ബിതഫ്ദീലി റുഅ്യത്ത് എന്ന ശ്രേഷ്ഠത,
അള്ളാഹുവെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുക എന്ന ശ്രേഷ്ഠത അത് നബിതങ്ങൾക്ക് മാത്രം ഖാസ്സായിട്ട് നൽകുക. വഖഫ ബഅദു മശായിഖിനാ ഫി ഹാദാ വഖാല ലൈസ അലൈഹി ദലീലുൻ വാദിഹുൻ വലാകിന്നഹു ജായിസുൻ അൻ യകൂൻ. ചില മശായിഖുമാർ തങ്ങൾ പറയാണ്, ചില മശായിഖുമാർ ഈ വിഷയത്തിൽ നിസ്സംഗ സമീപനം സ്വീകരിച്ചു. നമ്മൾ അതും പറയണ്ട, ഇതും കണ്ടു എന്നും പറയുന്നില്ല, കണ്ടില്ല എന്നും പറയുന്നില്ല, കാണാൻ പാടില്ല എന്നൊന്നുമില്ല. ജായിസുൻ അൻ യകൂൻ, കാണൽ ജായിസാണ്, ഇമ്പോസിബിൾ ഒന്നും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് അള്ളാഹനെ കാണുക എന്നുള്ളത് ഇമ്പോസിബിൾ അല്ല, അസാധ്യമല്ല, മുസ്തഹീലല്ല, അസംഭവ്യമല്ല. അത് കണ്ടിട്ടുണ്ടാവാം എന്ന് നിസ്സംഗമായി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തൊരു അഭിപ്രായം പറഞ്ഞവരുണ്ട്. പക്ഷേ ഖാദി ഇയ്യാൽ തങ്ങൾ എന്താ പറയുക, നമ്മൾ കിതാബ് ഷിഫയാണല്ലോ പഠിക്കുന്നത്. ഖാദി ഇയ്യാൽ തങ്ങൾ ഈ ചർച്ച എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കൺക്ലൂഷൻ പറയാം. ഖാലൽ ഖാദി അബുൽ ഫദൽ വഫഖഹുല്ലാഹ്, അഥവാ ഖാദി ഇയ്യാൽ തങ്ങൾ പറയാം, വൽ ഹഖുല്ലദീ ലം തിറാഅ ഫീഹി, വൽ ഹഖുല്ലദീ ലം തിറാഅ ഫീഹി, ഒരു സംശയവുമില്ലാത്ത ഉറപ്പായ കാര്യം, സത്യമായ കാര്യം, അന്ന റുയതഹു തആല ഫി ദുനിയാ ജായിസത്തുൻ നഖലാ, അള്ളാഹനെ കാണുക എന്നുള്ളത് അത് ബുദ്ധി കൊണ്ട് ജായിസായ സംഗതിയാണ്. അതിൽ മുഹാലായിട്ടൊന്നുമില്ല, ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. വലൈസഫൽ അഖ്ലിമാ യുഹൈലുഹ, അത് മുഹാലാണ്, അസംഭവ്യമാണ് എന്ന് പറയുന്ന കാര്യം ബുദ്ധി കൊണ്ട് തന്നെയല്ല. വദ്ദലീലു അലാ ജവാസിഹ ഫി ദുനിയാ സുആലു മൂസ അലൈഹിസ്സലാം, അത് കാണൽ ജായിസ എന്നുള്ളതിന് തെളിവ് എന്താ? മൂസ നബി അള്ളാഹുവോട് ചോദിച്ചത് സൂറത്തുൽ അറാഫിലെ 142 ആയത്തിലുണ്ടല്ലോ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുവോട് ചോദിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവെ എനിക്കെന്നെ കാണണം എന്ന് പറയുന്നുണ്ടല്ലോ. റബ്ബി അരിനി അൻദുർ ഇലൈക്, അള്ളാഹുവെ എനിക്ക് നിന്നെ കാണണം, നിന്നെ ഒന്ന് കാണിക്കണം എന്ന് പറയുമ്പോൾ ആ ചോദ്യം, അതുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല ലൻ തറാനി, നിങ്ങൾക്ക് കാണാൻ കഴിയൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങൾക്ക് കാണാൻ കഴിയൂല എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബിൻ്റെ മേലെയാണല്ലോ. അപ്പോൾ കാണാൻ പറ്റും, ജായിസാണ് കാണൽ എന്നുള്ള വിഷയം. അത് ഇമ്പോസിബിൾ ആണെങ്കിൽ, മുസ്തഹീലാണെങ്കിൽ, അസംഭവ്യവും അസാധ്യവുമാണെങ്കിൽ മൂസാ നബി ചോദിക്കുമോ? അസംഭവ്യമായൊരു കാര്യമൊക്കെ മൂസാ നബിക്ക് അറിയില്ലേ? അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ, അത് നടക്കാൻ തന്നെ പാടില്ലാത്തതാണെങ്കിൽ മൂസാ നബി ചോദിക്കുന്നല്ലോ എന്നാണ് ഖാദി ഇയ്യാൽ തങ്ങൾ പറയുന്നത്. അള്ളാഹു തആലാക്ക് ജായിസായ ഒരു കാര്യം എന്താണ്, ജായിസ് അല്ലാത്ത കാര്യം എന്താണ് എന്ന വിഷയത്തിനെ കുറിച്ച് ഒരു നബിക്ക്, മൂസാ നബിയെ പോലുള്ള പ്രമുഖ നബിക്ക്, അമ്പിയാക്കളിലെ പ്രമുഖരായ ഒരു മൂസാ നബിക്ക് അത് അറിയാതെ പോവുക, മൂസാ നബി ആ വിഷയത്തിൽ വിവരമില്ലാതെ പോവുക എന്നുള്ളത് അത് ഒരിക്കലും സംഭവിക്കണമല്ലോ, മുഹാലാണല്ലോ. മൂസാ നബി ചോദിച്ചത് ജായിസായ ഒരു കാര്യമാണ്. വലാകിൻ വഖഅഹു മുശാഹദതുഹു മിനൽ ഗൈബി അല്ലദീ ലാ യഅലമു, പക്ഷെ നടക്കുമോ എന്നുള്ള കാര്യം ജായിസാണ്, സംഭവിക്കാം. പക്ഷെ അത് മൂസാ നബിക്ക് അത് കിട്ടുമല്ലേ എന്നുള്ള കാര്യം അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ലൻ തറാനി, സൂറത്തുൽ അറാഫ്, ഐ ലൻ തുതീഖ് വലാ തഹ്തമിൽ റുയതി. എന്നിട്ട് അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പർവ്വതത്തിൻ്റെ മുകളിൽ നൂറ് തജല്ലി കാണിച്ചു കൊടുക്കുന്നു. ആ നൂറ്, ആ പർവ്വതം ജഅലഹു ദക്ക വഖറ മൂസ സൈഖ. ആ ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് പറയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ആ മലയുടെ മുകളിൽ നോക്കി, വലാകിൻ ഉൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്ക വഖറ മൂസ സൈഖ ഫലമ്മാ അഫാഖ ഖാല തുബ്തു. അല്ലേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ബോധം തെളിഞ്ഞപ്പോൾ പടച്ചോനെ ഞാൻ തൗബ ചെയ്തു. അപ്പോൾ ആ ചോദിച്ചു എന്നതിലാണ് ഖാദി ഇയ്യാൽ തങ്ങൾ പറയുന്നത്, അത് അസംഭവ്യമായ കാര്യമാണെങ്കിൽ ചോദിക്കുന്നല്ലോ, ചോദിച്ചു എന്നുള്ളത് കൊണ്ട് സംഗതി ജായിസാണ് എന്ന് വ്യക്തമാവും. وكل هذا ليس فيه ما يحيل رؤيته في الدنيا بل فيه جوازها على الجملة وليس في الشرع دليل على استحالتها ولا امتناعها إذ كل موجود فرؤيته جائزة غير مستحيلة ولا حجة لمن استدل على منها بقوله لا تدركه الأبصار എന്ന ആയത്ത് ഓതിയിട്ട് അള്ളാഹുവെ കാണാൻ പറ്റൂല എന്നുള്ളേക്ക് ഈ ആയത്ത് തെളിവാണ് സൂറത്തുൽ അൻആമിലെ 103 ആയത്ത് എന്ന് പറഞ്ഞത് ശരിയായില്ല. കാരണം അവിടെ ഒരുപാട് വിശദീകരണങ്ങളുണ്ടല്ലോ. ലാ തുദ്രികുൽ അബ്സാർ എന്ന് പറഞ്ഞാൽ ആമായിട്ട് കാര്യം പറയാം, എല്ലാ കാഴ്ചകളും. അല്ല അബ്സാർ എന്ന് പറഞ്ഞാൽ ഇത് ഇസ്തിഗ്റാഖുൽ ജിൻസിനാണ്, എല്ലാ കണ്ണുകളും എല്ലാവർക്കും കൂടി ഒന്നും കാണാൻ കഴിയൂല. അതുപോലെ വേറൊരു അഭിപ്രായം പറഞ്ഞത് അബ്സാറുൽ കുഫാരിങ്ങൾക്ക് കാണാൻ കഴിയൂല. അതുകൊണ്ടൊന്നും ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ അഫ്ദലുൽ ഖൽഖായ, അഷ്റഫുൽ ഖൽഖായ, ഏറ്റവും ശ്രേഷ്ഠരായ, അള്ളാഹുവിൻ്റെ അഹബ്ബു അക്രമുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കാണാൻ കഴിയൂല എന്നുള്ളത് ഈ ആയത്തുകൊണ്ട് കിട്ടൂലല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ വിഷയം വഖദ് ഖീല ലാ തുദ്രികുൽ അബ്സാർ വഇന്നമാ യുദ്രികുൽ മുബ്സിറു കുല്ലു ഹാദി തയ്യിബാത്ത് ലാ തഖദിമൻ റൂയ വൽ ഇസ്തിഹാലത വകദാലിക ലാ ഹുജ്ജത ലഹും ബിഖൗലിഹി ലൻ തറാനി എന്ന് പറഞ്ഞു സൂറത്തുൽ അറാഫിലെ 142 ആയത്ത്. അതും തെളിവല്ല. തുബ്തു ഇലൈക, അതൊക്കെ മൂസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടതാണ്. വലിയന്നഹാ ലൈസത അലൽ ഉമൂം വലിയന്ന മൻ ഖാല മഅനഹാ ലൻ തറാനി ഫി ദുനിയ ഇന്നമാ ഹുവ തഅവീൽ വഅയ്ദൻ വലൈസ ഫീഹി നസ്സുൽ ഇന്തിനാ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നബി തങ്ങൾക്ക് അള്ളാഹിനെ കാണാൻ കഴിയൂല എന്നത് ഇതുകൊണ്ടൊന്നും തെളിവല്ല. മൂസാ നബിക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ പോലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മുകളിൽ ദറജയുള്ള പുണ്യ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും, അതിന് യാതൊരു മാന്യവും ഇല്ല എന്നാണ് അല്ലാമ ഖാദി ഇയ്യാൽ തങ്ങൾ ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത്. ഇനി മഹാനായ ഖാദി ഇയ്യാൽ റഹിമഹുല്ലാ
ഈ ഫസ്റ്റിൽ ഈ ഒരു ചർച്ച വളരെ ദീർഘമാണ്. അതിൽ നിന്ന് വളരെ അതിൻ്റെ ക്രക്സായ അതിൻ്റെ സത്തയായ ഭാഗം മാത്രമേ നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനി ഖാദി ഇയാദ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ചയിലേക്ക് പോവുകയാണ്. അള്ളാഹുമായുള്ള മുനാജാത്ത് വമ്മാമ വറദ ഫീ ഹാദിഹിൽ ഖിസ്സത്തി മിൻ മുനാജാതിഹി ലില്ലാഹി തആല വ കലാമിഹി മഅഹു ബിഖൗലിഹി ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. സൂറത്തുൻ നജ്മിലെ 10-ാമത്തെ ആയത്തിൽ അതുപോലെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദീകരണത്തിൽ വന്ന ഹദീസുകൾ ഇതൊക്കെ അള്ളാഹു തആല നബിതങ്ങളുമായി സംസാരിച്ചോ നേരിട്ട് എന്നുള്ള വിഷയം. അന്ന മുഹമ്മദൻ കല്ലമ റബ്ബഹു ബിൽ ഇസ്റാ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. ദുഖിറാൻ ജാഫർ ബിൻ മുഹമ്മദ് സാദിഖ് ജാഫർ സാദിഖ് തങ്ങളിൽ നിവേദനം കാല ഉഹാ ഇലൈഹി ബിലാ വാസിത, ഒരു മാധ്യമവും ഒരു ഇടയുമില്ലാതെ നേർക്കുനേർ, ബിലാ വാസിത അഥവാ മാധ്യമങ്ങളില്ലാതെ നേർക്കുനേർ, അതാണ് മുനാജാത്ത് എന്ന് പറയാം. അനിൽ വാസിദി വൈലഹാദ ബാദുൽ മുത്തക്കല്ലിമീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലം റബ്ബഹു ബിൽ ഇസ്റാ. ഇസ്റാ എന്ന് ഇവിടെയൊക്കെ പറഞ്ഞാൽ മിറാജും ഇസ്റാ രണ്ടിനും കൂടിയും ചേർത്ത് പറയുന്ന ഒരു പേരാണ് ഇസ്റാ. ആ പ്രയാണത്തിൽ വഹുക്കിയാനിൽ അഷരി ഇമാം അഷരി തങ്ങളെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഹഖഹു അൻ ഇബ്നു മസ്ഊദ് വ ഇബ്നു അബ്ബാസ് വഅൻകറഹു ആഖറൂൻ വഖദക്കറ നഖാശ ഇബ്നു അബ്ബാസ് ഫി ഖിസ്സത്തുൽ ഇസ്റാ അന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി ദനാ ഫതദല്ല ഖാല ഫാറഖനി എന്ന് പറഞ്ഞ ആ ദനാ ഫതദല്ല എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഖാല നബി തങ്ങൾ പറയാ ഫാറഖനി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വേർപെട്ടു എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിട പറഞ്ഞു. അങ്ങനെ ഉണ്ടായല്ലോ ആ യാത്രയിൽ. ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നുണ്ടല്ലോ നബി തങ്ങളെ മുന്നോട്ട് പോകാൻ, ഇനി ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ചിറകുകൾ കരിഞ്ഞു പോകും, അതുകൊണ്ട് എനിക്ക് മുന്നോട്ടുള്ള പ്രയാണം ഇനി സാധ്യമല്ല. ദാനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിറതു നാജി റബ്ബകൽ ഖയ്യൂമ എന്ന വരികളിലൊക്കെ പറയുന്നതാണ്. ദാനി തഖദ്ദം, നബി തങ്ങളെ പിന്നെ യാ ഹബീബി ലാ തഖഫ്, എന്നെ വിട്ടേക്കൂ, ഞാൻ ഇനി കൂടെ വരാൻ എനിക്ക് സമ്മതമല്ല, എൻ്റെ റേഞ്ച് ഇവിടെ അവസാനിച്ചു, ഇനി അങ്ങ് പോകണം എന്ന് പറഞ്ഞ് അതാ ഫാറഖനി ജിബ്രീലു ഫംഖതാതിൽ അസ്വാതു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിട പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാമും നബി തങ്ങളും തമ്മിൽ ഒരു ഇടവേളയിൽ എന്നുവെച്ചാൽ അവിടെ വെച്ചിട്ട് ഒരു ഇടവേള ഉണ്ടാവുക. അവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നില്ല ജിബ്രീൽ അലൈഹി സ്വലാം. ഫംഖതാതിൽ അസ്വാതു അന്നി ഫസമഅതു കലാമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കലാമ് ഞാൻ കേട്ടു. യഖൂലു ലി ഹദറൂക യാ മുഹമ്മദ് ഉദ്നു അടുത്തു വരൂ എന്ന വാക്ക് ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. وفي حديث أنس في الإسراء نحو منه وقد احتجوا في هذا بقوله تعالى وما كان لبشر أن يكلمه الله إلا وحيا ومن وراء حجاب أو يرسل رسولا فيوحي بإذنه ما يشاء. സൂറത്ത് ശൂറ 51-ാമത്തെ ആയത്ത്. വഹീൻ്റെ പല രൂപങ്ങളും അത് പറയാം. എന്നിട്ട് ഇങ്ങനെ ആ ചർച്ച ഒരുപാടുണ്ട്. അതിൽ പറ്റ അവസാനം ബഹുമാനപ്പെട്ടവർ പറയാം കലാമുല്ലാഹി തആല അലി മുഹമ്മദ് വമിൻ ഇഖ്തസ്സഹു ബിൻ അംബിയാഹി ജായിസുൻ ഗൈറു മുംതനി' അഖലൻ വലാ വറദ ഫി ശറഇ ഖാതിഉൻ യംനഉഹു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അള്ളാഹു നേരിട്ട് മുനാജാത്തായി നേരിട്ട് സംസാരിച്ചു എന്നുള്ളതിന് അഖലിലോ നഖലിലോ ഷറയിലോ അതിനെതിരില്ല, ബുദ്ധിയിലും അതിനെതിരില്ല. ഫൈൻ സഹാലിക ഖബറുൻ വകലാമുഹു തആല അലി മൂസ കായിനുൻ ഹഖും മഖ്തൂം ബിൻ അസ്ദാലിക കിതാബ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മഹാനവർകളുടെ വിഷയം അവസാനം പറയുന്നത് വഅഖദഹു ബിൽ മുസ്തദ ദലാലത്തുൽ ഹഖീഖത്തി വഖഅ മകാനഹു അലാ മാ വറദ ഫിൽ ഹദീദ് ബിസ് സമാഇ സാബിഅ. അഥവാ അങ്ങനെ അവിടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല അത്ഭുതങ്ങളോട് കണ്ടല്ലോ. ഫകൈഫ യസ്തഹീലു ഫി ഹഖ്ഖി ഹാദാ, ഇങ്ങനെയുള്ള ഒരു നബിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് മുസ്തഹീലാവുക? ഔ യബ്ഉദു അല്ലെങ്കിൽ ബഈദാവുക, അസംഭവ്യമോ അല്ലെങ്കിൽ ദൂര സാധ്യത ഉള്ളതോ അല്ലെങ്കിൽ സാധ്യത കുറവുള്ളത് എങ്ങനെ ആവുക? സമാഉൽ കലാം, അള്ളാഹുവിൻ്റെ കലാം കേൾക്കുക എന്നുള്ളത്. ഫസുബ്ഹാന മൻ ഖസ്സ മൻ ശാഅ ബിമാ ശാഅ വജഅല ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത് തിൽക റുസുൽ ഫളല്ലാ ബഅദഹും അലാ ബഅദിൻ വറഫഅ ബഅദഹും ദറജാത്ത് എന്ന് പറഞ്ഞല്ലോ. അള്ളാഹു തആല ദറജാത്ത് കൊടുത്തു ഉയർത്തിയവർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല അങ്ങനെ അവനുദ്ദേശിച്ച ചില ഫളായിലുകൾ, മസായകൾ, ചില സവിശേഷതകൾ കൊടുത്തു. സുബ്ഹാൻ, അത് അള്ളാഹ് അത്ര പരിശുദ്ധനാണ്. അപ്പോൾ അതൊന്നും ബഈദല്ല അള്ളാഹുമായി. ഇപ്പം ഖാദി ഇയാദ് തങ്ങൾ പറഞ്ഞു വരുന്നത് വിഷയം, നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഖാദി ഇയാദ് തങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്ന ചർച്ച, ഒന്നാമത്തെ അഭിപ്രായത്തിൽ വ്യത്യാസങ്ങളുണ്ടായല്ലോ, പല വിഷയങ്ങൾ ചർച്ച. നബി തങ്ങൾ ജസദിൽ കൊണ്ടാണോ, നബി തങ്ങളുടെ ജസദ് കൊണ്ടാണോ, റൂഹ് കൊണ്ടാണോ ഇസ്രാ? ഖാദി ഇയാദ് തങ്ങൾ ഇതിൽ ഖണ്ഡിതമായി പറഞ്ഞു അത് ജസദ് കൊണ്ട് തന്നെ, യഖദത്തിൽ തന്നെയാണ്. പിന്നുള്ള ചർച്ച അള്ളാഹുവെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെയും ഖാദി ഇയാദ് തങ്ങൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായങ്ങളെ ഉദ്ധരിച്ചു പറഞ്ഞു കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്, ഖൽബ് കൊണ്ടോ ഫുആദ് കൊണ്ടോ അല്ല, കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട് എന്ന അഭിപ്രായങ്ങളൊക്കെ അവിടെ നിന്ന് ഉദ്ധരിച്ചു. പിന്നെ മുനാജാത്തുമായുള്ള വിഷയം, അള്ളാഹുമായി കലാമ് മുനാജാത്തുണ്ടോ, അതിലും യാതൊരു മാനവുമില്ല, അതിനെയും അംഗീകരിച്ചു. ഇത് തന്നെയാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് സുന്നത്തി ജമാഅത്തിൻ്റെ അയിമ്മത്ത് ഉലമാ അഹ്ലു സുന്നത്തി വൽ ജമാഅ ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടും നമ്മുടെ അഭിപ്രായങ്ങളും. അഭിപ്രായാന്തരങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അഭിപ്രായാന്തരങ്ങൾ പല പണ്ഡിത പക്ഷങ്ങളും ഇതിനകത്തൊക്കെ ഉണ്ട്. നമ്മൾ പലതും പറഞ്ഞു ചർച്ച ചെയ്തു. ചർച്ചകൾ ഇതിലും സമഗ്രമാണ്. ഖാദി ഇയാദ് തങ്ങളുടെ കിതാബ് ശിഫായിൽ തന്നെ അതിസമഗ്രമായ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ആ തെളിവുകളുടെ നൂലിലെ കയറി പരിശോധനകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ലളിതമായ പഠന യാത്രയിൽ അതെല്ലാ ചർച്ചകളും കൂടെ അതിൻ്റെ സമഗ്രതയിൽ സമീപിക്കൽ നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് മാത്രമേ നമ്മൾ വെളിച്ചം വീശിയിട്ടുള്ളൂ.
അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ സുമ്മദനാ ഫതദല്ലാ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അള്ളാഹുവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ രാത്രിയിലുണ്ടായ ഇസ്രാ മിഅ്റാജിന്റെ സംഭവത്തിൽ ആ യാത്രയിലുണ്ടായ ദുനൂവും ഖുർബും വിവരിക്കുന്ന സുമ്മദനാ ഫതദല്ലാ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. സൂറത്തുൻ നജ്മ് 8-9 ആയത്തുകൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയാ ഫഅക്സറുൽ മുഫസ്സിരീന അന്ന ദുനൂവ വതദല്ലിയ മുൻഖസിമു മാ ബൈന മുഹമ്മദിൻ വജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഔ മുഖ്തസും ബിഹദി ഇമാമിൻ ആഖർ ഔ മിന സിദ്റത്തുൽ മുൻതഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പറയാണ് ഖാല റാസി, ഇമാം റാസി തങ്ങൾ വ്യാഖ്യാനം പറയാ വഖാല ഇബ്നു അബ്ബാസ് തങ്ങളും പറയാണ് ഇവിടെ എന്താണ് ഒരുപാട് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് സുമ്മ ദനാ ഫതദല്ലാ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ എന്നത് അത് ജിബ്രീലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇടയിലുള്ള ആ ഖുർബും ദുനൂവുമാണ് ആ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഖാല റാസി, ഇമാം റാസി ഫഖ്റുർ റാസി തങ്ങൾ പറയാം വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയാഹോ മുഹമ്മദുൻ ആ പറഞ്ഞ ദുനൂവ് ആ പറഞ്ഞ അർത്ഥം അത് ജിബ്രീലും നബി തങ്ങളും തമ്മിലുള്ള അടുപ്പല്ല. സുമ്മ ദനാ ഫതദല്ലാ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. സുമ്മ ദനാ അടുത്തു, ഫതദല്ലാ ഒന്നുകൂടെ വളരെ അടുത്തു, ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ അത് ഒരു വില്ലിൻ്റെ രണ്ടറ്റങ്ങൾ പോലെ എടുത്തു, അല്ലെങ്കിൽ അതിനേക്കാളും എടുത്തു. ഫകാന ഖാബൈ ഖൗസിൻ, ഖാബ ഖൗസൈനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലുഗത്തും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ വേറെ ചർച്ചയാണ്. ഫകാന ഖാബ ഖൗസൈനി എന്ന് പറഞ്ഞാൽ ഖാബൈ ഖൗസിൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഒരു വില്ലിൻ്റെ രണ്ടറ്റങ്ങളെ പോലെ. അമ്പ് വില്ലിൽ വെച്ചിട്ട് കുലക്കാൻ വേണ്ടി നന്നായിട്ട് വലിച്ചു പിടിക്കുമ്പോൾ ദൂരം അമ്പ് നല്ല ദൂരേക്ക് പോകണമെങ്കിൽ ഈ വില്ലിൽ കുലക്കുമ്പോൾ വില്ല് നന്നായിട്ട് വളച്ച് ചേർത്ത് പിടിക്കും. അപ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ട് ശരിക്ക് വളരെ ഈ വില്ല് നന്നായിട്ട് കർവാവും. വില്ല് നന്നായിട്ട് കർവായി ഈ വില്ലിൻ്റെ രണ്ട് ഭാഗങ്ങളും ചേർത്ത് അടുത്തടുത്ത് നിൽക്കും. അത് ആ ഉദാഹരണം ഖുർആൻ പറയും ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. വില്ല് അമ്പ് കുലക്കാൻ വേണ്ടി വില്ല് ചേർത്ത് പിടിക്കുമ്പോൾ വളച്ചു പിടിക്കുമ്പോൾ ഈ വില്ലിൻ്റെ രണ്ട് അഗ്രങ്ങൾ തമ്മിൽ അടുക്കുന്നത് പോലെ ഔ അദ്നാ അല്ലെങ്കിൽ അതിനേക്കാളും അടുത്തു എന്ന് പറഞ്ഞ ഈ അടുപ്പം അത് ജിബ്രീൽ അലൈഹിസ്സലാമും നബിതങ്ങളും തമ്മിലുള്ള അടുപ്പാണ്, അവർക്കിടയിലുള്ള അടുപ്പാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷേ ഇയാൾ തങ്ങൾ പറഞ്ഞ ഖാല റാസി വഖാല ഇബ്നു അബ്ബാസ് മുഹമ്മദുൻ ദനാ മിർ റബ്ബിഹി, അത് മുഹമ്മദ് നബി അവരുടെ റബ്ബായ അള്ളാഹു അവരുടെ റബ്ബിനോട് അഥവാ അള്ളാഹുവോട് അടുത്തതാണ് പറയുന്നത്. വഖീല മാന ദനാ ഖറുബ വതദല്ല സാദ ഫിൽ ഖുർബ്. അതിൻ്റെ മാന പറയുന്നത് തുമ്മ ദനാ ഫതദല്ല, ദനാ എന്ന് പറഞ്ഞാൽ അടുത്തു, വതദല്ല എന്ന് പറഞ്ഞാൽ സാദ ഫിൽ ഖുർബ് ഒന്നുകൂടി അടുത്തു. ആ ദുനൂവിനേക്കാളും ഒരടുത്താണ് തദല്ലി വതദല്ല എന്ന് പറഞ്ഞത്. വഖീലഹു അബിമാനം വാഹിദ ഖറുബ വഹകാ മക്കിയ്യും വൽ മാവറദി അൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഹുവ റബ്ബു ദനാ മിൻ മുഹമ്മദിൻ ഫതദല്ല ഇലൈഹി അംറുഹു വഹുകുമുഹു. അഥവാ അടുത്തു തന്നെയാണ് പറഞ്ഞത്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് വഖാല ഇബ്നു അബ്ബാസ് മുഖദ്ദമു മുഖദ്ദല്ല റഫറഫ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യേക വിരിപ്പിൽ ഇങ്ങനെ ഇരുത്തപ്പെട്ടു. എന്നിട്ട് ലൈലത്തുൽ മിഅ്റാജ് ഫജലസാലിഹി അതിൻ്റെ മുകളിൽ തങ്ങൾ ഇരുന്നു. സുമ റുഫിഅ ഫദനാ മിർ റബ്ബി, പിന്നെ ഉയർത്തപ്പെട്ടു അള്ളാഹുവിലേക്ക് ദുനൂവായി എടുത്തു. ഖാല ഫാറഖനി ജിബ്രീൽ. അപ്പോൾ പറയാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സീനിലൊന്നുമില്ല. ജിബ്രീൽ ഇവിടെ പറഞ്ഞു ഫാറഖനി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ രംഗത്ത് അവിടെ ഒന്നും ജിബ്രീലില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫാറഖായി അഥവാ വിട പറഞ്ഞു. വങ്കതാതാനി അല്ല സുവാത്ത് ശബ്ദങ്ങളെല്ലാം നിലച്ചു. വസമയത്തു കലാം റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കലാമ് ഞാൻ കേട്ടു. അനസിം ഫി സഹീഹ് അറജ ബി ജിബ്രീൽ ഇലാ സിദ്റത്തുൽ മുൻതഹ വദനൽ ജബ്ബാർ റബ്ബുൽ ഇസ്സത്തി ഫതദല്ല ഹത്താ കാന മിന്നു ഖാബ ഖൗസൈനി വദന ഫൗഹാ ഇലൈഹി ബിമാ ഷാ വൗഹാ ഇലൈഹി 50 സലാ. ഇതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് കിതാബ് ഷിഫയിൽ പറഞ്ഞതല്ലെങ്കിലും ആനുഷംഗികമായിട്ട് പറയാണ് മഹാനായ അല്ലാമ ഖാദി ഉമർ ബിൻ അബ്ദുൽ ഖാദിർ അൽ ഖാഹിരി തങ്ങൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ അല്ലഫല്ലലിഫിൽ പ്രശസ്തമായ വരികളുണ്ടല്ലോ എന്ന് സാ എന്ന ഹർഫിൽ ഓരോ ഹർഫുകൾ ക്രമപ്പെടുത്തിയാണല്ലോ ആ കവിതയുടെ രചന. അതിൽ സായിൽ അദ്ദേഹം പറയുന്ന വിഷയം അതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സാലിസായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോലും അവിടെ നിന്ന് മടങ്ങി. അവിടെ അള്ളാഹു അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് അൽ ഇസ്റാ അത് പറയാ. വഖാല ജാഫർ ബിൻ മുഹമ്മദ് എന്നവർ പറയാ ദുനൂബു മിനല്ലാഹി തആല ലാ ഹദ്ദ ലഹു വമിനൽ ഇബാദി ബിൽ ഹുദൂദ്. വഖാല ഇദാ ഇൻഖതഅത്തിൽ കൈഫിയത്തു അനി ദുനൂബി, അതിൻ്റെ കൈഫിയത്ത് അള്ളാഹു നബി തങ്ങളും തമ്മിലുള്ള ഈ അടുപ്പത്തിൻ്റെ ദുനൂവിൻ്റെ കൈഫിയത്ത് നിയമമൊന്നും പറയണ്ട, അത് ചർച്ചല്ല, അത് നമുക്ക് പറയാൻ ചർച്ച ചെയ്യാൻ കഴിയല്ല. അലാ തറാ കൈഫ ഹജബ ജിബ്രീൽ അൻ ദുനൂബിഹി വദനാ മുഹമ്മദുൻ ലാ മൗദിഅ ഖൽബുഹു മിനൽ മഅരിഫതി വൽ ഈമാൻ ഫതദല്ല ബിസുകൂനി ഖൽബിഹി ലാ മഅദന വസാല അൻ ഖൽബിഹി ശക്വ വൽ ഇർതിയാബ. ചർച്ച അങ്ങനെ മുന്നോട്ട് പോവാണ്. എന്നിട്ട് മഹാനവറുകൾ ഇവിടെ ശ്രദ്ധേയമായൊരു ചർച്ച കൂടെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അത് അയാൾ തങ്ങൾ പറയും ഇവിടെ അള്ളാഹുവുമായി നബിതങ്ങൾ അടുത്തു എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അടുപ്പിന് നമ്മൾ ആ അടുപ്പത്തിന് അള്ളാഹുവിൻ്റെ ആ സാമീപ്യത്തിന് അടുപ്പത്തിന് നമ്മൾ ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു മാനദണ്ഡം കൽപ്പിക്കരുത്.
ഹിസ്സിയായി. കാരണം അള്ളാഹു താല മുനസ്സഹാണ്. നമ്മൾ സൃഷ്ടികളുടെ ഇടയിലുള്ള മനുഷ്യന്മാർ അല്ലെങ്കിൽ സൃഷ്ടികൾക്കിടയിലുള്ള വിശേഷണങ്ങൾ പോലെയൊന്നും നമ്മളിത് കാണാൻ പാടില്ല. അബുൽ ഫദ്ൽ തങ്ങൾ ഖാദി അയ്യാൽ തങ്ങൾ അത് പറയാം, ആയ മന്നമാ വഖഅമിൻ അല്ലാഹി ദുനൂബി വൽ ഖുർബി ഹുനാ മിനല്ലാഹ് ഔ ഇലല്ലാഹ് ഫലൈസ ബിദുനൂബി മകാനിൻ വലാ ഖുർബി മദൻ ബൽ കമാ ദകർനാ അൻ ജഅഫർ ബിൻ മുഹമ്മദ് സാദിഖ് ലൈസ ബിദുനൂബി ഹദ്ദിൻ വഇന്നമാ ദുനൂബി നബി മിൻ റബ്ബിഹി വഖുർബുഹു മിൻഹു ഇബാനത്തു അദീമി മൻസിലതിഹി വതശ്രീഫു റുത്ബതിഹി വഇശ്റാഖു അൻവാരി മഅരിഫതിഹി വമുശാഹദത്തു അസ്റാരി ഗൈബിഹി وقدرته ومن الله تعالى له مبرة وتأنيس وبسط وإكرام ويتأول فيه ما يتأول في قوله ينزل ربنا إلى سماء الدنيا ഹദീസിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ റബ്ബ് ഒന്നാം ആകാശത്തിലേക്ക്, ഭൂമിയുടെ ആകാശത്തേക്ക് ഇറങ്ങി വരും. അല അഹദിൽ വുജൂഹ്, അവിടെയൊക്കെ ആ ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹു താല നമ്മൾ മനുഷ്യന്മാർ ഇങ്ങനെ ലിപ്സിൽ ഇറങ്ങി വരുന്നത് പോലെ അള്ളാഹു ഇറങ്ങുമെന്ന് പറയാൻ പാടില്ലല്ലോ, അങ്ങനെ സങ്കല്പിക്കാൻ പോലും പാടില്ല. അതൊക്കെ അള്ളാഹുവിനോട് യോജിക്കുന്ന വിധത്തിലുള്ളതാണ്. ഇവിടെയും ഈ ദുനൂബിലും ഖുർബിലും ഒക്കെ അങ്ങനെ അർത്ഥം നമ്മൾ കാണണം. അതുപോലെ മൻ തഖറബ ഇലയ്യ ശിബ്റ മൻ തഖറബ മിന്നി ശിബ്റ തഖറബ്തു മിൻഹു ദിറാഅ മൻ ലതാനി യംശി അതൈതുഹു ഹർവല എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. അതിനൊക്കെ അവിടെ അർത്ഥങ്ങളുണ്ടല്ലോ. അള്ളാഹു പറയുന്നതായി ഖുദ്സിയായ ഹദീസിലാണ്, ഒരടിമ എന്നോട് ഒരു ചാണെടുത്താൽ ഞാൻ അവന് മുഴമെടുക്കും. അതുപോലെ എൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് അടിമ വന്നാൽ ഞാൻ ധൃതിയിൽ അങ്ങോട്ട് ചെല്ലും എന്നൊക്കെ പറഞ്ഞെടുത്ത് അവിടെ ഐ ഖുർബുൻ ബിൽ ഇജാബതി വൽ ഖബൂൽ വഇതിയാനുൻ ബിൽ ഇഹ്സാൻ വതഅജീലിൽ മഅ്മൂൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതുപോലെ അള്ളാഹുവിൻ്റെ ഖുർബിനും തദല്ലിക്കും തദന്നിക്കും ഒക്കെ അതിൻ്റെതായ മാനങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട് എന്ന കാര്യം കൂടെ ഓർക്കണം എന്ന് അല്ലാമ ഖാദി അയ്യാദ് റഹിമഹുല്ലാഹ് ഈ ചർച്ചയിൽ ഈ ഫസ്ലിൻ്റെ അവസാനത്തിൽ പറയാം. അല്ലാഹു അഅലം ബിസ്സവാബ്.